അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജ്യേഷ്ഠത്തിയും അനിയത്തിയും ഒരുമിച്ച് പോവുകയാണ്. അത് അവരുടെ സ്വർണം നഷ്ടപ്പെട്ട കാര്യം പറയുവാൻ മറ്റാരുടെയും അരികിലേക്കല്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ എല്ലാവരും അതിന് ഒരേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. മുഹ്സിൻ തങ്ങളുടെ അരികിലേക്കാണ് അവർ പോകുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഷമ്മാസ് ഈ വിവരം മുഹ്സിൻ തങ്ങളുടെ വീട്ടിൽ പറഞ്ഞ കാര്യം ഒന്നും തന്നെ അവർ അറിഞ്ഞിട്ടേയില്ല. അവർ നേരെ മുഹ്സിൻ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെയാണെങ്കിൽ നല്ല തിരക്കാണ്. റായില ഇപ്പൊ തന്നെ ഇവിടുന്ന് കഴിച്ചില്ലാന്ന് തോന്നുന്നില്ല. അങ്ങോട്ട് നോക്കായേ, ക്യൂ എത്രങ്ങാനൊരു ക്യൂ ആണ്. എങ്ങനെ റബ്ബെ ഇവിടുന്ന് കഴിച്ചില്ലാകുക? നേരെ വൈകി ചെന്നാല് അയാളെ തൊള്ളിന്ന് പറയണ മുഴുവൻ അതും കേൾക്കേണ്ടി വരും. താത്തങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കേ. നിങ്ങൾക്ക് വേണ്ടേ ഒന്നും? എനിക്ക് വേണ്ടത്. ഞാനല്ല ഇപ്പൊ ഇതൊക്കെ എന്നോട് പറഞ്ഞു തന്നത്. എനിക്കാണ് കൂടുതൽ കിട്ടേണ്ടത്. തുടങ്ങി ഓളോരോ വർത്താനം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴും കൂടുതൽ എനിക്കാണെന്നുള്ളൊരു ചിന്തയാണ്. സാധനം കിട്ടിയിട്ട് വേണ്ടേ? എൻ്റെ പണിയാണ്. എന്നല്ലേ അത് മാറ്റി ഇവിടെ വെച്ചത്. എനിക്ക് നന്നായിട്ടറിയാം സ്വർണം ഇവിടെ ഉള്ളതെന്നൊക്കെ. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമോ? റാഹില ദേഷ്യപ്പെട്ടു. അവർക്ക് ടോക്കൺ കിട്ടിയത് ഒരുപാട് അവസാനത്തെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടായിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് അർജന്റാണ്, ഞങ്ങൾക്ക് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകണം, നിങ്ങളുടെ ടോക്കണിൽ ഞങ്ങൾ പോട്ടെ. എന്നാൽ അവർക്ക് ഉത്തരം കൊടുത്തത് എല്ലാവരും തിരക്കുള്ളവരെന്നാണ്, എല്ലാവരും ഓരോ ബുദ്ധിമുട്ടുകൊണ്ട് വന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ലല്ലോ. എന്നാൽ പലരോടുമായി ഇവർ ഇതിനെക്കുറിച്ച് തന്നെ ചോദിക്കുകയാണ്. എല്ലാവരും അവിടെ അഭിപ്രായപ്പെടുന്നു. 2 പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്, ടോക്കണ് മാറ്റിത്തരോ എന്നൊക്കെ ചോദിച്ചിട്ട്. എല്ലാരും പോലെ തന്നെ അല്ലേ ഓലും? എല്ലാരും തിരക്കുള്ളവർ തന്നെയാണ്. ഓൽക്കായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ, ചെറിയ കുട്ടികളൊന്നുമില്ലല്ലോ. അല്ലെ പിന്നെ ചെറിയ കുട്ടികൾ കരയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് എന്തേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഒരു കുഴപ്പമില്ലാത്ത 2 ബാല്യക്കാരത്തെ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ ചോദിച്ചാല് അതിനേക്കാളും സുഖമില്ലാതെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇവിടെ. എന്തൊക്കെ തന്നെയാലും ചുരുക്കി പറഞ്ഞാൽ ഷെറീനയും റാഹിലയും ഇരുന്ന് കുഴങ്ങി എന്ന് തന്നെ പറയാം. പലവട്ടം എഴുന്നേറ്റ് പോയാലോ എന്ന് വിചാരിച്ചു. എന്നാൽ ഷെറീന പറഞ്ഞു, പോകാൻ പറ്റൂല, ഇതുവരെ വന്നിട്ട് നമുക്കത് അറിയണം, എവിടെയാണ് പെട്ടതെന്ന് അറിയണം, എന്തെങ്കിലും ഒരു ക്ലൂ. പിന്നെ ഞാനും ഈ ഒരുപോലെ പറയട്ടോ, തെറ്റിപ്പോയ വിചാരിക്കും എന്തോ ഇതിൽ കള്ളത്തരുണ്ടെന്ന്. അപ്പോ എന്തൊക്കെ തന്നെയെന്ന് തങ്ങളോട് പറയുമ്പോള് നല്ല മട്ടത്തിന് പറയണം. എന്നാൽ ആ നിമിഷം ഷെറീനയോട് റാഹിൽ ചോദിക്കുന്നു, അതെ ഈ തങ്ങന്മാരെന്നൊക്കെ പറയുമ്പോഴേ എല്ലാവർക്കും എല്ലതും അറിയുന്ന ആൾക്കാരെന്നല്ലേ? അപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ കള്ളത്തരം പറഞ്ഞാല് നമുക്ക് ഒരു പക്ഷേ ഓല് മനസ്സിലാക്കും, അങ്ങനെയൊന്നുമില്ല, അത്ര വലിയ തങ്ങളൊന്നും ആവുന്നത് എന്താന്നില്ല, അങ്ങനെ അവരെന്നെ മതിയല്ലോ. എന്തൊക്കെ തന്നെയാലും കാത്തിരുന്ന് ഒരുപാട് സമയമായി. അവിടെ ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ എല്ലാവർക്കുമായി അവിടെ ഭക്ഷണം വിളമ്പുകയാണ്. ആവശ്യമുള്ളവർക്ക് ചോറും മിക്സ്ഡ് കറിയുമാണുള്ളത്. അതിൽ വെജിറ്റബിളും ചിക്കനും ഇട്ട് വെച്ചതുണ്ട്, അതുപോലെ വെജിറ്റബിളും ബീഫും ഇട്ട് വെച്ചതുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിലേക്ക് വരിയും. അത് വിളമ്പാനൊക്കെ അവിടെ പണിക്കാരത്തികൾ ഉണ്ട്, ആണുങ്ങൾക്ക് പണിക്കാരും. റാഹിലയും ഷെറീനയും ചോറ് കഴിക്കുവാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പ്ലേറ്റും എടുത്ത് തന്നു. ചോറ് വിളമ്പി കൊടുത്തു. അതിലേക്ക് കറിയും വിളമ്പി ഉപ്പേരിയും വാങ്ങി അവർ ഒരു ഭാഗത്തിരുന്ന് ഭക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി എപ്പോഴാണാവല്ലേ? എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്തിയപ്പോ വരുന്നവർക്കൊക്കെ നല്ല മിച്ചറും നല്ല കട്ടൻ ചായ ഉണ്ട്. അതുപോലെ ഉച്ചയായപ്പോ തന്നെ ചോറും കറിയും സാമ്പാറും അങ്ങനത്തെ ഐറ്റംസ് അതും ഉണ്ട്. സുഖല്ലേ? എന്തപ്പോ ലേറ്റായെന്ന് വിചാരിച്ചിട്ട് റായില, എനിക്കത് പറഞ്ഞാൽ മതി. എനിക്ക് വീട്ടിലേക്ക് എത്തുമ്പോഴേ എന്നോട് ചോദ്യം വരും, എവിടെയായിരുന്നു? ഞാൻ എന്താ പറയാ? ഞാൻ വീട്ടിലേക്ക് തന്നെ പോന്നതാണ്. വീട്ടിൽ എത്രയും സമയം എന്തായിരുന്നു പണി എന്നൊക്കെ ചോദിച്ചാലോ? നിങ്ങൾക്കിപ്പോ റഷീദ് ഖാൻ അത്രയൊക്കെ പേടിയുണ്ടോ? എന്നാലും അങ്ങനല്ല, ബോധിപ്പിക്കണ്ടേ? പേടി ഉണ്ടായിട്ടൊന്നല്ല, എനിക്കിപ്പോ അത്ര വലിയ പേടിയൊന്നുമില്ല. അവർ 2 പേരും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഓരോന്ന് സംസാരിച്ചു. എന്നാലും എൻ്റെ നാത്തും വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ. എന്തേടി? അതല്ലേ അവിടെ ചുറ്റിപ്പറ്റി കേറി കൂടിയല്ലോ, അതാണ് അത്ഭുതം. താത്ത, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നമുക്ക് ഓളെ പേരിൽ എല്ലാ കുറ്റങ്ങളും ആക്കി മാറ്റണം. എന്നിട്ട് നമുക്ക് പറയണം, ആയുഷ്മാനോട് തന്നെ നേരിട്ട് പോയി പറയണം, നിങ്ങളെ സ്വർണം കാണാൻ ഇല്ലാത്ത നിങ്ങൾ നോക്കിക്കണോ,
അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ ഇവിടെ ഉള്ള എൻ്റെ നാത്തൂന് എടുത്തു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും 1-2 മാലെങ്ങാനും എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയണം ഇത് അവള് വീട്ടിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ശരിയാക്കണം. അങ്ങനെ അവൾ അവിടുന്ന് പുറത്ത് ചാടിക്കണം. ഒരിക്കൽ പോലും ഓളവിടെ നിർത്താൻ സമ്മതിക്കരുത്. എന്തൊരു സുഖം അവൾക്ക്. പുത്തൻ വീട് തറവാട്ടില് ഭയങ്കര സുഖാണ്. അധികം ഓളവിടെ നിൽക്കാൻ സമ്മതിക്കരുത്. ഓൾ അത്ര സുഖിക്കണ്ട. ഇനി അടുത്ത പരിപാടി നാസറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ശരിയാക്കാണ്ടോളെ. അങ്ങനെ വിട്ടാൽ പറ്റൂല. പെട്ടെന്ന് അവിടെ നിന്നിരുന്ന ഒരു താത്ത വന്നു. അല്ല, നിങ്ങള് എല്ലാവരും ഭക്ഷണം കഴിച്ച് അതാ അവിടെ ടോക്കൺ നമ്പർ വിളിക്കാനൊക്കെ തുടങ്ങിയിരിക്കണേ. നിങ്ങളെന്താ നിങ്ങളെ ഇപ്പോഴും കഴിച്ചിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കി വെക്കണം, കഴിഞ്ഞില്ലേ? അവരുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവർ അതെ, നമ്മൾ സംസാരിച്ച് കുറേ നേരം ഇരിക്കണ്. നമ്മളപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നവരൊക്കെ പോയി അവിടെ ഇരുന്ന് പോലെ തുടങ്ങി. നമ്മൾ ഓരോന്ന് കുറ്റം പറയാൻ നിന്നു. അവർ വേഗം ഭക്ഷണം വീണ്ടും കുറച്ചുകൂടി വാങ്ങി കഴിച്ച് കൈ കഴുകി നേരെ വീണ്ടും ഇരിപ്പിടത്തിലേക്ക് പോവുകയാണ്. അതെ, ഒരുപാട് ആളുകൾ പോയി കഴിഞ്ഞു. താത്ത, നമ്മൾ സമീറാനെ ഒരിക്കലും അവിടെ നിർത്തുന്നത് ശരിയല്ല കേട്ടോ. എന്തോ ഒരു സുഖമാണോ അവിടെ. ഒരു ഐഷുമ്മ ഉണ്ട്. ആ ഐഷുമ്മ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയേ തരും. ഭയങ്കര സ്നേഹമായിരിക്കും. വീട്ടിലത്തെ വേലക്കാരത്തെ എന്നുള്ള നിലയൊന്നും ആവൂല. നല്ല സുഖമായിരിക്കും. എൻ്റെ അമ്മായിമ്മ അവിടെ തന്നെ അല്ലേ ജമീല താത്ത, എപ്പോഴും അവിടെ തന്നെ. കാരണം എന്താ, ഈ ഐഷുമ്മ ഓരോന്ന് കൊടുക്കും, കൂടുതൽ പണി നിർപ്പിക്കൂല, ഒക്കെ നല്ല മട്ടത്തിന് ശരിക്കും മക്കളെയും മരുക്കളെയും നോക്കുന്ന പോലെ ഏത് ജോലിക്കാരത്തിയാളും നോക്കും. അത്ര ഭാരപ്പെട്ട പണികളും കാര്യങ്ങളൊന്നും കൊടുക്കൂല. അവിടെ നിന്നോലാരും ബുദ്ധിമുട്ടായിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് സെമീർ ഇനിയിപ്പോൾ അവിടുത്തെ റാണിയായി വാഴും. അതായിരിക്കും പിന്നെ നമ്മളെ കൈക്കാരം പൊട്ടന്മാരായി നിൽക്കല്. ഓളിപ്പോൾ തന്നെ അവിടുത്തെ സ്ഥാനം പിടിച്ചെടുത്ത് കഴിഞ്ഞാലേ ഇനി പറയാൻ വേണ്ടില്ല ഓള അഹങ്കാരം. സമീറയെ കുറിച്ച് അങ്ങനെ പലതും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാവം സമീറ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. എടി, ഇനി 10ാമത്തെ കണ്ടിട്ട് നമ്മള് ഇനി 9 ആൾ കൂടി കഴിഞ്ഞാൽ നമ്മള്. താത്ത, എനിക്ക് കയ്യും കാലം വറക്കണേ. എന്തിനെനിക്ക് പേടി? ഉള്ള തങ്ങളോട് പറഞ്ഞ ഒന്നും പറയില്ല. ഞാൻ ഒരിക്കലും വന്നിക്കണേ എന്തോ ഒരു കാര്യത്തിനൊക്കെ. നല്ല ഫലാണ്. വന്ന് വിചാരിച്ചിക്കണ ഒരു കുഴപ്പമില്ല. പിന്നെ ഈ എന്തൊക്കെ തന്നെയാലും പേടിക്കാതെ വറക്കാതെ കാര്യങ്ങൾ പറഞ്ഞോണ്ട്. താത്ത, നിങ്ങൾ പറയോ? എനിക്ക് എന്തപ്പം പേടിക്കാന്? ഉള്ള കാര്യം പറയണം. നമുക്ക് പറയണം. നമ്മളെ വല്യമ്മാൻ്റെ സ്വത്ത് മുതലും ഉണ്ടായിരുന്നു. അത് ഞങ്ങളിങ്ങനെ സ്ഥലത്ത് വെച്ച് കാണാതെ പോയിക്കണ്. അത് എവിടെയാണ്, എന്താ സംഭവിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് ശരിയായിരിക്കും. വേണമെങ്കിൽ മതി. എനിക്ക് പേടി തോന്നണ്. അതെന്ത് വേറെന്തെങ്കിലും കണ്ടുപിടിക്കുക? ഒന്നും കണ്ടുപിടിക്കൂല. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ടോക്കൺ നമ്പറുകൾ ഓരോന്നായി കുറഞ്ഞ് വരുമ്പോൾ ഷെറീനക്കും റാഹിലക്കും പേടി തുടങ്ങുകയാണ്. എടി പെണ്ണെ, ഇനി രണ്ടെണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അങ്ങനെ മുഹ്സിൻതങ്ങൾ ഓരോരുത്തരെയായി ചികിത്സിച്ച് അവർക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്കുള്ള മെഡിസിൻ എഴുതാനുള്ളത് അത് പുറത്തേക്ക് എഴുതി. അങ്ങനെയൊക്കെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ടോക്കൺ നമ്പർ അവരുടേതാണ്. റായില, നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. ധൈര്യത്തോടു കൂടി അങ്ങോട്ട് നടന്നോട്. അങ്ങനെ അവരുടെ ടോക്കന്റെ ഊഴമായി. അവർ രണ്ടുപേരും അകത്തേക്ക് ചെന്നു. മുഹ്സിൻ തങ്ങൾ അവരെ ഒന്ന് നോക്കി. എന്താ പറ്റിയത്? തങ്ങളെ, ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് വന്നിക്കണത്. എന്ത് നഷ്ടം? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സമ്പാദ്യം ഞങ്ങൾക്ക് എവിടെയാണ് വെച്ചൊരു ഓർമ്മയില്ല. എവിടെ വെച്ചിരുന്നത്? അലമാരയിലോ? എന്തായിരുന്നു സംഭവം? കുറച്ച് സ്വർണ്ണമായിരുന്നു. അത് ഞങ്ങളെ വല്യമ്മാൻ്റെ കുറച്ച് പഴയ സ്വർണ്ണമായിരുന്നു. അത് വല്യമ്മ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു. എന്നാൽ അത് നഷ്ടപ്പെടേണ്ട വിചാരിച്ച് ഞങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അത് വെച്ചു. ഇപ്പോൾ അത് കാണുന്നില്ല. സുരക്ഷിതമായ സ്ഥലം എന്ന് വെച്ചാൽ തങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർ രണ്ടുപേരും പരുങ്ങി. അത് ഞങ്ങൾ അലമാരയിലാണോ? പിന്നെ എവിടെയാണ്? പറയോ, നിങ്ങൾ ഉള്ള കാര്യം പറയോ. അത് തങ്ങളെ ഞങ്ങളെ ബെഡിന്റെ ചോട്ടിൽ വെച്ചതായിരുന്നു. എന്തിനാ അവിടേക്ക് വെച്ചത്? സ്വർണ്ണാഭരണങ്ങളെ നല്ല രീതിയിൽ സൂക്ഷിക്കണ്ടേ? മുഹ്സിൻ തങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർ പറഞ്ഞു, തങ്ങളെ നല്ല രീതിയിൽ സൂക്ഷിച്ചു തന്നെയാണ്, പക്ഷെ അത് കാണുന്നില്ല. അത് എവിടെ വെച്ച് ഞങ്ങൾക്ക് ഓർമ്മയില്ല. അതാണ്. ഓഹോ,
അങ്ങനെയാണല്ലേ. എത്ര പവനുണ്ടാവും? ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവർക്ക് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. എത്ര പവനുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങള്? അത് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. പണ്ടത്തെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെയാണ്. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് റാഹില. നിങ്ങളുടോ? എൻ്റെ പേര് ഷെറീന. ഓ. തങ്ങൾ അത് ഒരു കടലാസിൽ എഴുതി. നിങ്ങളുടെ ഉമ്മയുടെ പേരെന്താ? അവർ രണ്ടുപേരും അത് പറഞ്ഞു കൊടുത്തു. തങ്ങൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, വല്യമ്മാൻ്റെ സ്വർണം എന്നല്ലേ പറഞ്ഞത്? വല്യമ്മാൻ്റെ സ്വർണം വല്യമ്മാൻ്റെ ഉടമസ്ഥയിൽ തന്നെ എത്തിക്കണ്. ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. എന്താ തങ്ങൾ നിങ്ങൾ പറയണത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളെ വല്യമ്മ മരിച്ചു പോയതാണ്. വല്യമ്മയുടെ അവകാശം മുതൽ കിട്ടിയെന്നല്ല പറഞ്ഞത്? അത് വല്യമ്മ തന്നെ കൊണ്ടുപോയെന്ന് വിചാരിച്ചാൽ മതി. തങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലായതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ മനസ്സിൽ ഭയം തോന്നി. നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? നിങ്ങൾക്ക് ആ സ്വർണം ശരിക്കും സൂക്ഷിക്കാൻ അറിയില്ലേ? അത്രയ്ക്കും ഉണ്ടായിട്ടും നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത്? നല്ല ആൾക്കാരാണല്ലോ. സ്വർണം സൂക്ഷിക്കാൻ കഴിയാത്തവര് അത് എടുക്കാൻ പാടുണ്ടോ? അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അവര് ഒരു നിമിഷം ഞെട്ടിപ്പോയി. കിട്ടൂലേ? നിങ്ങൾ അതൊന്ന് പറഞ്ഞാളേ, അല്ലെങ്കിൽ എവിടെയാണ് സ്ഥലം ഒന്ന് പറഞ്ഞു തന്നാലേ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു. നിങ്ങൾ വെച്ച സ്ഥലത്ത് തന്നെ അത് ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ നല്ലോണം അങ്ങോട്ട് തിരഞ്ഞൂടി എങ്ങനെയാ വെച്ചാല്. ഓക്കെ എന്നാല്. അവർ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അത് അപ്പുറത്തേക്ക് പോയി. പിടി പറഞ്ഞത് കേട്ടില്ലേ? അല്ല, ആദ്യം എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞതാ? മൂപ്പര് വല്യമ്മാൻ്റെ തന്നെ സ്വർണ്ണം എത്തിക്കണെന്നുള്ളത് ആ പെണ്ണ് തമാശ പറഞ്ഞതാ. അല്ലെങ്കിലും ചില ഉസ്താദ്മാർക്കും തങ്ങന്മാർക്കൊക്കെ ഭയങ്കര തമാശയായിരിക്കും. അങ്ങനെ പറഞ്ഞതായിരിക്കും. അല്ലാതെ നമ്മളോട് എന്താ പറഞ്ഞത്? വെച്ച സ്ഥലത്തിന് നോക്കാനോ മണ്ണിലാന്ന് പറയാത്ത ഭാഗ്യം. അങ്ങനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആകെ പെട്ടിരുന്നു. പറഞ്ഞിട്ടില്ല അല്ലേ? ഇനി മനസ്സിലേക്കണ അറിയില്ല. എന്തായാലും നാളെ മുതൽ നമുക്ക് നാളെ ആ പറമ്പ് മുഴുവനും ഒന്നായിട്ട് അങ്ങോട്ട് കിളച്ച് മറിച്ച് നോക്കണം. അവിടെ ഉണ്ട് തന്നെയല്ലേ പറഞ്ഞത്? നന്നായിട്ട് കേട്ടോ. പിന്നെ പറയാൻ മറക്കണ്ട, ഉമ്മാനോട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയും വേണ്ട. ഈ പണി തുടങ്ങിക്കോണ്ടി. അപ്പോഴത്തേന് ഞാനും വരാം. താത്ത കൈക്കോട്ട് കുത്തി എൻ്റെ കൈയൊക്കെ ആകെ തഴമ്പയിക്കണ്. എനിക്കിപ്പോൾ കഴിയണില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും കോടി രൂപന്റെ സ്വർണ്ണാണ് ഉള്ളിൽ കിടക്കണത്. അത് നമുക്ക് മെല്ലെ കണ്ട് എടുക്കണം. എടുക്കാതെ പറ്റൂല. എടുത്തിട്ട് നമ്മളെ ഇഷ്ടത്തിൽ നമുക്ക് ജീവിക്കണം. എന്താ അത് കുറേ കാലം പൈസ ഇല്ലാതെ നമ്മൾ ജീവിച്ചല്ലേ? പൈസ ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ എന്തൊരു ഇടങ്ങാറാ. കുറച്ചൊക്കെ പൈസ ഉണ്ടായി ജീവിക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ സംഭവം ഉണ്ടല്ലോ, നമ്മളെ മെനക്കെട്ട് നമുക്ക് കിട്ടും. അത് ഉറപ്പാണ്. മനസ്സിലാക്കിക്കോ. താത്ത കുറേ നേരം വൈകിലേ? എടി എന്നാ ഞാൻ വീട്ടിലേക്കാണ് പോട്ടെ. ഈ അങ്ങോട്ട് പോയിക്കോ. എന്താന്നോ, ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ നേരം വൈകിട്ട് എനിക്ക് പല ക്വസ്റ്റ്യങ്ങളും ആയിരിക്കും. എൻ്റെ ഒരു അമ്മായിമ്മ ഉണ്ടല്ലോ, എന്താ സാധനമെന്നോ അതിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ അവിടെ അപ്പുറത്തൊക്കെ പോയി പറയുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നും പറഞ്ഞാലും അതിന് മനസ്സിലാവില്ല. അങ്ങനെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പോട്ടെ. താത്ത അങ്ങനെ പോവാണോ? ഇന്ന് തന്നെയാണ് പോയിട്ട്. ഇന്ന് പറ്റുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോ. അല്ലെങ്കിൽ നാളെ തന്നെ ആ ഒരു പറമ്പ് നന്നായിട്ട് ഇങ്ങോട്ട് കൊത്തി കുളച്ച് നോക്ക്. എൻ്റെ പണി തന്നെയല്ലേ. അനക്ക് ശരിക്കും ഒരിടത്ത് വെച്ചുവിടേനോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാറൂലല്ലോ. പൊന്നാര താത്ത, ഒരു പ്രാവശ്യം ഞാൻ മാറ്റി വെച്ചാണ്. ആ ആടും കൂടിന്റെ ചോട്ടന്നെ വെച്ചാൽ മതിയേനോ. വല്ലാത്തൊരു പുതുമായി പോയി. എടി സെമീർ എങ്ങാനും അത് സെമീർ എടുക്കൊന്നുമില്ല. എടുത്താൽ തന്നെ നമ്മളെടുത്ത് കൊണ്ടുവരാന്നല്ലത്. അത്ര വലിയ വിളവൊന്നും ഓൾക്കില്ല. എന്നാൽ രണ്ട് നാത്തൂർമാർക്കും അവളെ തീരെ സംശയമില്ലായിരുന്നു. കാരണം അങ്ങനത്തെ പണികളൊന്നും അവള് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പാവണം. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലത്തെ പണി അങ്ങനെ എടുത്ത് നടന്നോളും. ഒന്നും ഒരു കണക്കും ഇതൊന്നുമില്ല. നമ്മൾ എത്ര കാട്ടിയാലും ഓൾക്കൊരു ഇതുമില്ല. എന്തൊക്കെ തന്നെയായാലും ഓൾക്ക് അതിനുള്ള വിരുദ്ധമൊന്നുമില്ല താത്ത. ശരിയാണ്, അതിനുള്ള വിരുദ്ധമൊന്നുമില്ല. പക്ഷെ ഓളങ്ങനെ വിടാൻ പറ്റൂല. ഓളിങ്ങനെ വിലസാണ് മറ്റോടത്ത് പോയിട്ട്. ഞാൻ ആസാറിനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചിട്ട് പെരേക്കൊണ്ട് കൊണ്ടുവരണം. വീട്ടിൽ പണിക്കൂരാള് വേണ്ടേ? ഓളാവുമ്പോ നല്ല പണിയെടുത്തോളും. നാസർഖാനെ സോപ്പിട്ട് പറഞ്ഞേക്കണം നല്ല രീതിയിൽ. ഇനി വേണ്ടി ഇജി ഒരുങ്ങിക്കോണ്ടി നല്ല മട്ടത്തില്. വേഗം കല്യാണം ആദ്യം അങ്ങനെ ചെയ്യല്ലേ. ഓളെ കൂട്ടിക്കൊണ്ടുവരാ. ഓളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നല്ല മട്ടത്തിന് വേറൊരു കല്യാണം പിന്നെ വേണം കഴിപ്പിക്കുക. എന്നിട്ട് ഓളെ ഒന്ന് ഇടങ്ങാറാക്കണം. അതിന് വേണ്ടിയിട്ട്
വീട്ടിലൊരാളില്ലായിട്ട് താത്ത ബുദ്ധിമുട്ടാണ്. ഉമ്മാക്കാണെങ്കിൽ പനിയായിട്ടും സുഖമില്ലായിട്ടും കഴിയൂല. എനിക്കാണെങ്കിൽ അടുപ്പത്തെ പണി തീരെ എടുക്കാൻ കഴിയൂല. പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യാൻ കേട്ടോ. എന്നായിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഞാൻ ഒറ്റക്ക് പോയിക്കോളില്ലേ? പോയിക്കോളാം. അങ്ങനെ അതാ നേരെ ഷെറീന ഒരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. കുറച്ച് നേരം വൈകി ഇപ്പൊ തുടങ്ങും ചോദ്യം. പറയുന്ന പോലെ തന്നെ സിറ്റ് ഔട്ടിൽ ജമീല താത്തയും മക്കളും ഉണ്ട്. ഭാഗ്യം, മൂപ്പരില്ലാത്ത വലിയ ഭാഗ്യം. ഉണ്ടെങ്കിൽ ഒരു സമാധാനം തരൂല. സെറീന, എവിടേക്കാ ഇത്രയും നേരം പോയിന്റ്? കുറേ നേരമായി. കുട്ടികൾ അങ്ങനെ ചോദിക്കണല്ലേ. ഞാൻ പറഞ്ഞു പെരേക്ക് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. അപ്പോ അവിടേക്ക് എൻ്റെ അമ്മക്ക് വിളിച്ചു നോക്കിയപ്പോ ഓല് പറഞ്ഞ് ഓല് ഇവിടെ ഇല്ല, ഓള് ഏട്ടത്തി അഞ്ചത്തിയും കൂടി എവിടേക്ക പോയിക്കണം, അവനോട് പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നും പറഞ്ഞ്. എവിടേക്ക് പോയിൻ്റെത്? അതെ ഉമ്മ, എൻ്റെ അഞ്ചത്തിക്ക് തീരെ ഒരു സുഖമില്ല, വയറിനൊന്നും ഒരു സുഖമില്ല. അപ്പോൾ ഓളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞിന്. അപ്പം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒന്നും കാണിക്കണ്ട, തങ്ങന്മാരൊക്കെ കാണിച്ച് എന്തേലും വല്ല മന്ത്രിച്ച വെള്ളം കിട്ടിയാൽ അതുകൊണ്ട് തന്നെ മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ താത്ത വരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പോന്നെടുത്താണ്. നമുക്ക് പിന്നെ ഏട്ടത്തിയൊക്കെ അഞ്ചത്തിയൊക്കെ അവരെന്നെ ഉണ്ടാവുള്ളൂ, വേറെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. നാത്തൂമാരോടൊന്നും ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. ഓൾക്ക് തമ്മിലുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ. അങ്ങനെ പോയി കൊടുത്തു. അല്ല അപ്പം എന്താ കാട്ടുക? എനിക്ക് വയ്യാതാവുമ്പോൾ ഓളല്ലേ ഉണ്ടാവുള്ളൂ. എന്നൊട്ടെങ്കിൽ അവൾക്ക് വയറുവേദന പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പൊ എന്താ ഉമ്മാനോട് എന്തേ പറയാത്? ഉമ്മ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഉമ്മക്ക് ചില സമയത്ത് ഒരു ചന്നിന്റെ അസുഖമാണ്, അതിന് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, പറയായിട്ടൊന്നല്ല. അത് പറഞ്ഞുകൊണ്ട് ഷെറീന അകത്തേക്ക് പോയി. ജമീല താത്ത പറഞ്ഞു, എന്താപ്പ ചെയ്യാ, ഒന്നും മുണ്ടും പറയും, എടുക്ക ഏതാ ഒന്നും പറയില്ല. ഓലക്കോല ഇഷ്ടം പോലെ അങ്ങനെ നടക്കട്ടെ. എന്നാൽ ഈ സമയം സമീറ പാവം, അവൾ ഇവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ തന്നെയാലും നാസർക്കയോട് കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം ഇവളെ കൂട്ടിക്കൊണ്ടു പോകണം, അല്ലേ ശരിയാവില്ല. എന്നിട്ട് ബാക്കി. പക്ഷെ ഓള് വരുവാവോ? ഇനിയിപ്പോ ആ ഐഷുമത്തുള്ള വിടുവെന്നാവോ? അതും പറയാൻ പറ്റൂല. ഷമ്മാസിന് ഷെറീനയുടെയും റാഹിലയുടെയും എല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ സമയം തങ്ങൾ ഷമ്മാസിനെ വിളിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തങ്ങളെ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ചികിത്സ കഴിഞ്ഞോ? എടാ, ചികിത്സ കഴിഞ്ഞു. ഇന്ന് രസകരമായൊരു സംഭവം നടന്നിട്ടോ. എന്ത് സംഭവം? ആ, കള്ളൻ കപ്പലിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവം തന്നെ. നിങ്ങൾക്ക് നിന്റെ സ്വർണം നഷ്ടപ്പെട്ടവരെ പേര് റാഹില എന്നോ അങ്ങനെ എന്തൊക്കെയാണോ? അത് തങ്ങളെ, ഇവിടെ വീട്ടില് വിലക്ക് നിന്നിരുന്നത് റാഹിലയായിരുന്നു. എന്തൊക്കെ തന്നെയാലും ബെസ്റ്റ്. സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവരെവിടെയോ സൂക്ഷിച്ചു വെച്ചോ വല്യമ്മയുടെ സ്വർണം, പക്ഷെ അത് കാണുന്നില്ല എന്നുള്ള പേരിൽ. ഞാൻ പറഞ്ഞു വല്യമ്മാൻ്റെ അടുത്ത് തന്നെ സ്വർണം എത്തിക്കണമെന്നും പറഞ്ഞു. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. തങ്ങളെ, നിങ്ങൾ പറയുന്നത്? അതേടാ സത്യം. എൻ്റെ അടുക്കൽ നിന്ന് 2 സ്ത്രീകൾ വന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണത്. അപ്പം ഞാൻ പറഞ്ഞു നല്ലോണം തെരഞ്ഞൂടിയെന്ന് പറഞ്ഞു. ശരിക്കും മണ്ണിലൊക്കെ കുഴിച്ചിട്ട രീതിയിലൊക്കെ തോന്നുന്നു. നല്ലൊരു പണിയാണ് അവർക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അവരിഞ്ഞ് 2 പേരും ഒരു പക്ഷേ നല്ലോണം അധ്വാനിക്കും അതിന് വേണ്ടിയിട്ട് ഒരുപാട്. അതുകൊണ്ടൊരു ശിക്ഷ ഇവിടെ തന്നെയാണ് തുടങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഇപ്പം എന്താ, എന്ത് വേണം? നീ പറയുന്നത് പോലെ. എന്താ പറയേണ്ടത്? ഒരു നിമിഷം ഷമ്മാസ് എന്ത് പറയണമെന്നായിപ്പോയി. റബ്ബേ, ഷമ്മാസ്, ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാം റെഡിയായില്ലേ? ഓക്കെ, ആളെയും കിട്ടി, സ്വർണവും കിട്ടി, പോരെ? ഇനി എന്താ? അവരെ ഏത് നിമിഷവും വേണമെങ്കിൽ നിനക്ക് കേസ് കൊടുത്ത് അവരെ കാര്യങ്ങൾക്ക്, പക്ഷേ നമുക്ക് സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയത് കൊണ്ട് നിനക്ക് തീരുമാനിക്കാം എന്താ ഏതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ മനസ്സിൽ എന്ത് ചെയ്യണമെന്നായിപ്പോയി. കാരണം റബ്ബേ, കിട്ടാനുള്ള സ്വർണമെല്ലാം കിട്ടി, ആളെയും കിട്ടി. റബ്ബേ, ഞാൻ എന്ത് ചെയ്യണം? മുഹ്സിൻ തങ്ങൾ എന്നോടാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ. നിനക്ക് കേസ് കൊടുക്കണമെങ്കിൽ ആവാം, അതല്ല നേരിട്ട് കള്ളനെ പിടിക്കണമെങ്കിൽ ആവാം, എന്തും ആവാമെന്ന്. റബ്ബേ, ഞാൻ എന്താ ചെയ്യാ? എനിക്ക് ഒരാളെയും വെറുതെ ശിക്ഷിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ അവർ ഈ ഒരു വലിയ തെറ്റ് ആവർത്തിച്ചത്
ഇനിയും ആവർത്തിക്കാൻ അതൊരു കാരണമാകും. ഞാൻ ഇതിലൊരു ഇളവ് കൊടുത്താൽ ഒരിക്കൽ പോലും തെറ്റ് ചെയ്തവരെ രക്ഷപ്പെടാൻ പാടില്ലല്ലോ. റബ്ബേ, എന്താണ് ഞാൻ ചെയ്യുക? തങ്ങളോട് തന്നെ കാര്യങ്ങൾ വിശദമായി ഒന്ന് ചോദിക്കാം. അപ്പോൾ തന്നെ അതാ ഷമ്മാസ് തങ്ങൾക്ക് വിളിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, നുസയോടൊന്ന് കാര്യമൊന്ന് പറയട്ടെ. അപ്പോൾ തന്നെ നുസൈബക്ക് വിളിച്ചു. ഹലോ ഇക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നുസൈ, എങ്ങനെയുണ്ട്? സുഖല്ലേ? റാഹത്ത് തന്നെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാ ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയത്? ഇക്ക, ഉമ്മ പറയുമ്പോൾ വന്നാൽ മതി കേട്ടോ, അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന്. നീ അങ്ങ് പേടിച്ചു പോയല്ലേ? അതെ ഇക്ക, പേടില്ലാണ്ടിരിക്കോ? പിന്നെ ഉമ്മയുടെ വാക്കൊന്നും തെറ്റിക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് അനുഭവിച്ചില്ലേ. ഇനിയും പിന്നെ ഒരു കാര്യം പറയാണ്ട്. എന്തിക്ക? നമ്മളെ വീട്ടിൽ ജോലിക്കുന്ന റാഹിലയും അവരുടെ ജ്യേഷ്ഠത ഷെറീനയും അവർ മുഹ്സിൻ തങ്ങളുടെ അരികിലെത്തിയത്രേ. എന്തെന്നാവല്ലേ? അവരുടെ കയ്യിലുള്ള സ്വർണം കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. ഇക്ക, അത് ഉമ്മയുടെ? അത് തന്നെ, അത് എവിടെ വെച്ച ഓർമ്മയില്ല. എന്നാൽ സമീറ എന്ന് പറഞ്ഞ നമ്മുടെ വീട്ടിലത്തെ ആ പെൺകുട്ടി, അവൾ യഥാർത്ഥത്തിൽ അവൾക്ക് കിട്ടിയത് നമ്മളുടെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. നുസി, കള്ളന്മാർ കപ്പൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? അവരെ പോലീസിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച്? ഇക്ക, എന്തൊക്കെ തന്നെയാലും ഇനിയിപ്പോൾ കിട്ടാനുള്ള കിട്ടിയില്ലേ, ഒരു വാണിംഗ് കൊടുത്തിട്ട് പറഞ്ഞയച്ചാ പോരെ? അതിന് നമ്മൾ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ. പക്ഷേ മുഹ്സിൻ തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ പറമ്പ് നല്ലോണം കിളച്ചോളൂ, കിളച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നു. നുസൈബക്ക് ചിരി വന്നു. എന്തിനാ ഇക്ക അവറ്റകളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്? അതെ, അവര് കണ്ടുപിടിക്കട്ടെ. അവര് അവിടെ സ്വർണ്ണം ഉണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടാവും അവർ രണ്ടുപേരും. ഇക്ക, സത്യം പറഞ്ഞാല് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണോ? അത് ഞാൻ പറഞ്ഞല്ലോ, തങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. എന്തെങ്കിലും ശിക്ഷ നമ്മൾ കൊടുക്കണ്ടേ? ശരിക്കും ഇതൊക്കെ പോലീസിലൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും കൂട്ടി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി അടിച്ച് പറയിപ്പിക്കൂല പെണ്ണേ. എവിടെയാണ് സ്വർണം വെച്ചതെന്ന് വനിതാ പോലീസുമാരെ കയ്യിൽ കിട്ടിയാലേ അറിയാം ബാക്കി. ഏതായാലും വലിയൊരു ഇതിൽ നിന്നാണ് അവർ രക്ഷപ്പെട്ടത്. ഇക്ക, എന്തായാലും നമ്മൾക്ക് കിട്ടാനുള്ള കിട്ടി. ഇനി ശ്രദ്ധിക്കലേ. ഇനിയിപ്പോൾ ശിക്ഷയൊന്നും നമ്മളൊന്നും വാങ്ങിക്കൊടുക്കണ്ടല്ലോ. നുസി, എനിക്കൊരാളെ ഉപദ്രവിക്കാനൊന്നും താല്പര്യമില്ല. പക്ഷെ നഷ്ടപ്പെട്ടത് എന്തൊക്കെ തന്നെയാലും തിരിച്ച് കിട്ടിയല്ലോ, അതും വലിയ ഒരു അള്ളാഹുവിൻ്റെ നിഅമത്ത് തന്നെ. അല്ലാതെ എന്ത് പറയാനാ? സത്യം പറഞ്ഞാൽ നുസൈബക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരാളെ ശിക്ഷിക്കുന്നതും ഒരാളെ ബുദ്ധിമുട്ടാക്കുന്നതും അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അവളുടെ ആ ദയനീയമായ മനസ്സ് അങ്ങനെയാണ്. അതെ, റാഹിലയെ എനിക്ക് ജീവിക്കാൻ വകയില്ലാത്തവളാണ്, ഭർത്താവില്ലാത്തവളാണ്, ഒരു കുഞ്ഞുള്ളവളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് ഷമ്മാസിനോട് പറഞ്ഞ് നിർത്തിയതും നുസൈബ് തന്നെയാണ്. എന്നാൽ ഇപ്പോഴും അവൾ പറയുന്നത്, ഇക്ക, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാട്ടോ, ഒരിക്കലും എൻ്റെ വാക്ക് എടുക്കണമെന്ന് ഞാൻ പറയണില്ല. അതായത് റാഹിലയെ നമ്മളിനിപ്പോൾ കേസൊക്കെ കൊടുത്ത് ശിക്ഷിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സാധനം കിട്ടിയല്ലോ, അള്ളാഹു നമുക്ക് നൽകിയല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ശരിക്കും ഒരു നെറുകേട് ചെയ്യുന്ന പോലെ ആവൂലേ? പടച്ചിറപ്പ് വിചാരിക്കൂലേ ഇവർക്ക് സ്വർണം കിട്ടിയിട്ട് എന്തിനാണെന്ന്? നുസി, നിൻ്റെ മനസ്സിൻ്റെ ആ ഒരു അലിവാണത്. നിൻ്റെ മനസ്സ് അത്രയ്ക്ക് ലോലമായതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കുന്നു. ബാക്കിയുള്ളവർ ഒരിക്കലും ചിന്തിക്കില്ല, അവർ പോലും ചിന്തിക്കില്ല. അതെ, നമ്മളുടെ ഉമ്മയുടെ ആ സ്വർണം അത്രയ്ക്ക് അവർ മോഷ്ടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സിൻ്റെ കട്ടി എത്രയായിരിക്കും? നുസി, നിൻ്റെ മനസ്സ് എന്തായാലും ഒരാൾക്ക് ഉണ്ടാവില്ല. എന്തൊക്കെ തന്നെയാലും നമ്മുടെ പ്രസവം കാര്യമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ? എന്താ ഇക്ക? അതെ, അതിനധികം ദിവസമല്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാകുന്നു എല്ലാം കൂടെ. നുസി, എന്ത്? അല്ല, ഇതൊക്കെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല, എന്നാ ഞാൻ കൊണ്ടുവരാൻ വരേണ്ടത്? എന്നെ കാണാനായിട്ട് കാണുന്നുണ്ടല്ലോ വീഡിയോ കോളിലൂടെയൊക്കെ. അതെ, ഇനി ഞാൻ പെട്ടെന്നൊന്ന് വിളിച്ചാൽ വരില്ല കേട്ടോ. അതെന്താ നുസി?
അത് ഞാൻ പറയാം, അത് ഉമ്മ പറയട്ടെ, അപ്പോഴേ ഞാൻ വരുള്ളൂ. ഓ അങ്ങനെയാണോ? എന്നെക്കാളും ഇഷ്ടം നിനക്ക് ഉമ്മയാണോ? ഇക്ക, നമ്മളൊരുപാട് അനുഭവിച്ചതല്ലേ, മതി മതി. 2 ആഴ്ച പോലും നമുക്ക് വിട്ടു നിൽക്കാൻ സാധിച്ചില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് അനുഭവിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടെല്ലാം തിരിച്ചു കിട്ടി. എന്തൊക്കെ തന്നെയാലും നമുക്ക് ദുആ ചെയ്യാം ഇനിയെങ്കിലും. അല്ല സമീറ, അവൾ സമീറൊക്കെ നല്ല കുട്ടിയാടി. അവള് നമുക്കുള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിന്നെ ഏൽപ്പിച്ചില്ലേ, അത് അള്ളാഹുവായിട്ടാണ് നമുക്ക് അവരെ ഇറക്കി തന്നത്. പാവാണ് ആലോചിക്കുമ്പോൾ. ഒരുപാട് തടിയൊക്കെ കൂടി, ഭർത്താവൊന്നും ഇല്ല, കുട്ടികളും ഇല്ല, അങ്ങനത്തെ ഒരു ജീവിതമൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ നല്ലൊരു ജീവിതം നമ്മളുണ്ടാക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. ഇക്ക, എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വൈകാതെ തന്നെ നല്ലൊരു ജീവിതം കൊടുക്കട്ടെ അല്ലേ? അതെ നുസി. പിന്നെ റബീഉൽ അവ്വലാണ്, വല്യമ്മ കാത്തു നിൽക്കുകയാണ്. വീട്ടിൽ കൂടൽ അത് അങ്ങോട്ട് ആക്കിയാലോ നമുക്ക്? റബീഉൽ അവ്വൽ കഴിയുന്നതിന് മുമ്പായിട്ടാവുമ്പോൾ നല്ല ബർക്കത്തല്ലേ? അതെ, അത് ഉമ്മ പറഞ്ഞിരുന്നു. മോളെ പണിയൊക്കെ കഴിഞ്ഞില്ലേ, ഉമ്മ വന്നും ചെയ്തില്ലേ, ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇൻഷാ അല്ലാ അത് വേഗം ആക്കാം കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ തങ്ങളോട് ചോദിച്ചിട്ട് നല്ലൊരു ഡേറ്റ് കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അതും ആക്കാം. എന്തേ? ആയിക്കോട്ടെ. എന്തൊക്കെ തന്നെയാലും അല്ലാ റബ്ബേ കുഴപ്പങ്ങളില്ലാതെ എല്ലാം നല്ല രീതിയിൽ റാഹത്തായി നടക്കട്ടെ അല്ലാ. നുസി, നിനക്കെന്താ പേടിയുണ്ടോ? അതിനു മുമ്പ് എങ്ങാനും നമ്മുടെ ആളെങ്ങനെ എത്തുമെന്ന് വിചാരിച്ചിട്ട്? അങ്ങനെയൊന്നുമില്ല, ഇനിയുണ്ടല്ലോ ഏകദേശം 1 മാസമൊക്കെ. ആയിക്കോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കട്ടെ. എന്നാൽ ഈ സമയം അതാ വീട്ടിൽ പണി തുടങ്ങുകയാണ്. റാഹില വന്ന ഉടനെ തന്നെ കൈക്കോട്ടുമായിട്ടാണ് അവൾ പോകുന്നത്. ഉമ്മ ചോദിച്ചു, റാഹില ഈ എവിടുക്കാ? എനിക്കിവിടെ ഒരു സാധനം തിരഞ്ഞു നോക്കണ്ട, ഒരു സാധനം കാണാതെ പോയിക്കണേ. എന്തേ? മഞ്ഞൾ കളക്കാറുണ്ട്, ഈ കുറച്ച് ദിവസം മുമ്പ് നല്ലോണം കളക്കലായിരുന്നു, ഇപ്പം എന്താ പിന്നെയും തുടങ്ങിയോ? ആ ഭാഗത്തൊക്കെ ഒന്ന് കളച്ച് റെഡിയാക്കട്ടെ, എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കുഴിച്ചിടണം. അതിനും വേണ്ടിയിട്ടാണ്. നാളെ ഷെറീനത്താത്യം വരും. പെട്ടെന്നാണ് അവളുടെ ആങ്ങളങ്ങോട്ട് വന്നത്. എന്താ ഇവിടെ കുറേ ദിവസമല്ലേ ഈ കൊത്തിക്കളക്ക് തുടങ്ങിയിട്ട്? ഇക്കാക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇത്താത്താൻ എങ്ങനെയെങ്കിലും കൊണ്ടിട്ടോ. അതെന്തിനാ? അവളെ ഞങ്ങൾക്ക് വേണ്ട. കുട്ടികളും മക്കളില്ലാത്ത ഓളെ വെച്ച് ഞാൻ നിൽക്കാം. അതില്ലേ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, എങ്ങനെയെങ്കിലും കൊണ്ടുവരി എന്ന് വെച്ചാൽ നമുക്ക് വേറെ കല്യാണമൊക്കെ കഴിക്കാം. പക്ഷെ വീട്ടിലൊരു വേലക്കാരത്തിൻ്റെ ആവശ്യം നന്നായിട്ടുണ്ട്. വീട്ടിൽ ജോലി ചെയ്യാൻ ഏറ്റവും നല്ലത് ഓള് തന്നെയാണ്. അല്ല, എന്നെ കൊണ്ട് കഴിയണില്ല കാക്ക. എന്തിന്? എനിക്ക് അവളുടെ മുഖം തന്നെ എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. ഇക്കാക്ക, നിങ്ങൾ വേറെ കല്യാണം കഴിക്കാനൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തരാ, പക്ഷെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരണം. ആദ്യം നിങ്ങൾ പുത്തൻവീട് തറവാട്ട് പോയിട്ട് എൻ്റെ ഭാര്യ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. പിന്നെ എൻ്റെ പട്ടി പോകും. ഇക്കാക്ക, നിങ്ങളെ നല്ല കാര്യത്തിലാണ് ഞാൻ പറയണതേ, ഒന്ന് നിങ്ങൾ കേക്ക്. റായില, ഒന്ന് മിണ്ടാന്നിരിക്കുന്നത്. എനിക്ക് ഓളെ മുഖം കാണുന്നതന്നെ ഇഷ്ടമല്ലേ? എന്താ ഇക്കാക്ക, ഓളെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം എന്താ നിങ്ങളൊക്കെ പറ്റിയോ? കുറച്ച് തടി കൂടിയിരിക്കണ്, നല്ല നിറമൊക്കെ ഉണ്ടല്ലോ. തടി കുറച്ച് കൂടുതലാണെന്നല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലോ, ആദ്യം ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നു. അന്ന് നിങ്ങളെല്ലാവരും കൂടി എന്നെ വെറുപ്പിച്ചു. ഓൾ അങ്ങനെയാണ് എങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ അളിയനക്ക് വിളിക്കുന്നുണ്ടെന്നോ അങ്ങനെ പറഞ്ഞിട്ട് ആ രീതിയിൽ ഷെറീനെയും വെറുപ്പിച്ചു. ഇനി എന്താ ഓളെ കൂട്ടിക്കൊണ്ടുവരും? ഓളോട് ഞാൻ പറഞ്ഞതിനെ ഇറങ്ങിപ്പോകാൻ, ഓള് പോവുകയും ചെയ്തു. ഇനി എന്തിനാ ഓളെ കൊണ്ടുവരുന്നത്? ഞാൻ ഇനി വേറെ പെണ്ണ് കെട്ടി കൊണ്ടുവരല്ലാതെ ഓളങ്ങോട്ട് കയറ്റൂല. ഇക്കാക്ക, നിങ്ങൾ വേറെ പെണ്ണൊക്കെ കെട്ടിക്കൊണ്ടുവന്നോളി, ഒന്നും കുഴപ്പമില്ല. പിന്നെ ഓളില്ല, ഞാൻ ബുദ്ധിമുട്ടാണ്. ഇക്കാക്കാൻ്റെ 2ാം ഭാര്യ എങ്ങനത്തോളാ പറയാൻ പറ്റില്ല, ചിലപ്പോൾ പണിയൊന്നും എടുക്കൂല, ഇക്കാക്ക കൊടുങ്ങും. പക്ഷെ ഇവളുണ്ടെങ്കിൽ തുള്ളി വെള്ളം കിട്ടും നേരത്തിനേ നമ്മളെ ഉമ്മാക്കും ഉണ്ടാക്കി കൊടുക്കും. അല്ല, എന്നെ കൊണ്ട് തന്നെ കഴിയൂല. ഇത് ഇങ്ങനെ റായില അഴിച്ച് നടക്കണേ. മറ്റേ സെമീറ അഴിച്ചുമ്പോഴത്തേനും ഓളോട് എത്തീനു. ഇപ്പം ഉമ്മാക്കും വലിയ ഇടങ്ങാറായിക്കണേ. ഓളെ വല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ നിങ്ങൾ. റായില, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്താന്നില്ലേ, അവളെ കൂട്ടിക്കൊണ്ടുവരണം പോലും. പറയുമ്പോൾ തന്നെ ശരിക്കും നാസറും തന്നെ കഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് മര്യാദക്കൊരു ചായയോ ചോറോ ഒന്നും കിട്ടുന്നില്ല. ഒക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടൊക്കെ വേണം. അത് എപ്പോഴായി കിട്ടുക? പലപ്പോഴും ഹോട്ടലിൽ നിന്നാണ് തീറ്റ. ശരിക്കും പറഞ്ഞാൽ സമീറ പോയതിനു ശേഷം അവിടെ ശരിക്കും ബുദ്ധിമുട്ട് അവരറിഞ്ഞു എന്ന് തന്നെ പറയാം.
പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഇവിടെ ഉണ്ട് നിന്നോട്ടെ വെച്ചാൽ മതിയേനു, എന്തെങ്കിലും കൊണ്ടേ കൊടുത്ത് ഉണ്ടാക്കി തരുമല്ലോ നേരത്തിന്. ഇപ്പോൾ ഒന്നുമില്ലാതായി. പലവട്ടം അവനോ ചിന്തിച്ചതാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല. ഇനിയും അവളെ ഇവിടെ പറ്റുന്നുണ്ടെങ്കിൽ വേറൊന്ന് വേഗം ഒന്ന് കെട്ടണം, അതേ നടക്കുള്ളൂ. അവൻ്റെ മനസ്സിലെ ചിന്തകൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും നാത്തുമാരങ്ങനെയല്ല ചിന്തിച്ചത്. സമീറയെ തിരിച്ചു കൊണ്ടുവരണം, അതിനുവേണ്ടി നാസറിനെ അത്രക്കും പറഞ്ഞ് പ്രലോഭിപ്പിക്കണം എന്ന് തന്നെയാണ് അവരുടെ ചിന്ത. എന്തായിരിക്കും ഇനി സമീറയുടെ സ്ഥിതി? അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് വരുമോ, അതോ പുത്തൻ വീട് തറവാട്ടിൽ നിൽക്കുമോ? നാസർ അവളെ കൊണ്ടുവരാൻ വേണ്ടി പുത്തൻ വീട്ടിലേക്ക് പോകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.